പത്രപ്രവർത്തന രംഗത്തെ എൻ്റെ ആദ്യത്തെ അസൈൻമെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു വളരെ പ്രത്യേകത ഉള്ള ഒരു അസൈൻമെൻ്റ് ആയിരുന്നു. അത് ബാലഭാസ്കറെ, വയലിൻ മാന്ത്രികനായിരുന്ന ബാലഭാസ്കറെ ഇൻ്റർവ്യൂ ചെയ്യാനായിരുന്നു എൻ്റെ നിയോഗം. അതായത് ഞാൻ തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ പഠിക്കുമ്പോൾ പെട്ടെന്നാണ് ഏഷ്യനെറ്റ് കേബിൾ വിഷൻ അതിൻ്റെ തുടക്കത്തിലാണ്, അതിൻ്റെ ആദ്യത്തെ റിപ്പോർട്ടറാണ് ഞാൻ. അപ്പോൾ യൂത്ത് ഫെസ്റ്റിവൽ യുവജനോത്സവം നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ആ വേദിയിൽ പോയിട്ട് ഇൻ്റർവ്യൂ ചെയ്യാൻ, അതായത് ബാലഭാസ്കറിനെയാണ് ഇൻ്റർവ്യൂ ചെയ്യേണ്ടത്. ബാലഭാസ്കറിൻ്റേതും ആദ്യത്തെ ഇൻ്റർവ്യൂ ആണത്. ഞങ്ങൾ രണ്ടുപേരുടെ ആദ്യത്തെ ഇൻ്റർവ്യൂ ആയിരുന്നു. അപ്പം ബാലഭാസ്കർ ഇപ്പോഴും പറഞ്ഞാൽ എനിക്ക് ഓർമ്മയുണ്ട്, ബാലു എന്ന് വിളിച്ചാൽ മതി, ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ സംസാരിച്ചു തുടങ്ങിയത്. പിന്നീടാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ദുരന്തവും, അങ്ങനെ നമ്മൾക്കൊരിക്കലും അത് മറക്കാൻ പറ്റില്ല. അത്രയും മിടുക്കനായ ഒരു പ്രതിഭയായിരുന്ന ബാലഭാസ്കറിനെ ഓർത്തുകൊണ്ട് എൻ്റെ ഹസ്ബൻഡ് മാക്സി വിശ്വാസ് മേന, അദ്ദേഹം രചനയും സംഗീതവും നിർവഹിച്ചു. അറിയാതെ തുടരെ എന്ന് പറയുന്ന ഈ ഗാനം ഗായകനായ നമ്മുടെ മേരി ആവാസുനോ വിന്നറായിരുന്ന പ്രദീപ് സോമസുന്ദരം അദ്ദേഹമാണിത് പാടിയിരിക്കുന്നത്. അപ്പം ആ പാട്ട് മുദ്രണത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കാം. അറിയാതെ തുടരെ പടരുന്നു നീ ദുഃഖ കരിമേഘക്കേറായൻ സ്മൃതിയിൽ. അറിയാതെ തുടരെ പടരുന്നു നീ ദുഃഖ കരിമേഘക്കേറായൻ സ്മൃതിയിൽ. അറിയുന്നു ഞാനിന്ന് ഒരു മുള്ളിൻ നോവുമായി അകതാരിൽ അലിഞ്ഞു നീയെന്നോ, എന്നകതാരിൽ അലിഞ്ഞു നീയെന്നോ, അകതാരിൽ അലിഞ്ഞു നീ എന്നോ. അറിയാതെ തുടരെ പടരുന്നു നീ ദുഃഖ കരിമേഘക്കേറായൻ സ്മൃതിയിൽ. അനുരാഗവിരൽ മീട്ടും സ്വരരാഗരേണുക്കൾ അനുയാത്രയായി മറഞ്ഞെന്നോ, അനുരാഗവിരൽ മീട്ടും സ്വരരാഗരേണുക്കൾ അനുയാത്രയായി മറഞ്ഞെന്നോ, നിനക്കനുയാത്രയായി മറഞ്ഞെന്നോ. ഒരു ഗൂഢസ്മിതവുമായി മീട്ടിയ ശീലുകൾ ഇനിയെന്നും വിഷാദഗാനം, എനിക്കെനിയെന്നും വിഷാദഗാനം. അറിയാതെ തുടരെ പടരുന്നു നീ ദുഃഖ കരിമേഘക്കേറായൻ സ്മൃതിയിൽ. ഒരു മൊഴിയോതാതെ ചിറകൊച്ചയില്ലാതെ ഒരു മായക്കിളി പോൽ നീ മാഞ്ഞു, ഒരു മൊഴിയോതാതെ ചിറകൊച്ചയില്ലാതെ ഒരു മായക്കിളി പോൽ നീ മാഞ്ഞു. കൂടെ പിറന്നൊരാൾ പറന്നതുപോലെ, കൂടെ പിറന്നൊരാൾ പറന്നതുപോലെ, അകലയ തീരത്ത് ഇനിയെന്നും നീ എനിക്കറിയാത്തൊരീണമാകുന്നു, പേരറിയാത്തൊരീണമാകുന്നു. അറിയാതെ തുടരെ പടരുന്നു നീ ദുഃഖ കരിമേഘക്കേറായൻ
സ്മൃതിയിൽ ആ ആ, ഇപ്പം ഈ ഡെഫ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെയുള്ള ജീവിതം പോലെ ഞാൻ ആസ്വദിക്കുന്ന മറ്റൊരു ജീവിതം ഉണ്ട് എനിക്ക്, അതായത് കുടുംബജീവിതം. അപ്പം ഞങ്ങൾ ഹസ്ബൻഡ് മാക്സി വിശ്വാസ് മേന, അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന പോലെ അദ്ദേഹം ഒരു കഥകൾ എഴുതുന്ന ആളാണ്, കഥകൾ എഴുതാറുണ്ട്, അതേപോലെ പത്രപ്രവർത്തകനാണ്. അപ്പം മകൾ കൃപ, അവളിപ്പം MA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ സ്റ്റുഡൻ്റ് ആയിരുന്നു, ഫസ്റ്റ് റാങ്കുകാരിയാണ്, പഠിച്ച എപ്പോഴും ടോപ്പറായിരുന്നു. അതേപോലെ തന്നെ മിമിക്രിയിൽ കേരള യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിൽ വിന്നറായിരുന്നു കൃപ, 1ാം സ്ഥാനക്കാരിയാണ്. ഇംഗ്ലീഷ് ഷോർട്ട് സ്റ്റോറി റൈറ്റിങ്ങിലും 1ാം സ്ഥാനക്കാരിയാണ് കേരള യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിൽ. അപ്പം ആ ഒരു ക്രിയേറ്റിവിറ്റി നമ്മുടെ കുടുംബത്തിൽ ഉണ്ട്. എഴുത്തും ബുക്കുകളോടുള്ള ഇഷ്ടവും അതെല്ലാവർക്കും ഉണ്ട്. ആ രീതിയിൽ പിന്നെ ഞങ്ങളുടെ യാത്രകൾ, ഇപ്പം ജേർണലിസം, രണ്ടുപേരും ജേർണലിസ്റ്റ് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഒത്തിരി യാത്ര ചെയ്യുമായിരുന്നു. കൃപയൊക്കെ ചെറുതായിരുന്നപ്പോൾ ഞങ്ങൾ കൂടുതലും അവളെ സ്കൂളിൽ പോലും അങ്ങനെ വിടാറൊന്നുമില്ലായിരുന്നു. ഞങ്ങൾ 3 പേരും കൂടെ ഇങ്ങനെ യാത്ര ചെയ്യും. അവളെ ഒത്തിരി എക്സ്പോഷർ അങ്ങനെ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഒത്തിരി സ്ഥലങ്ങൾ കാണും, അതിനെപ്പറ്റി എഴുതും. അപ്പം കൃപ എപ്പോഴും പറയാറുണ്ട്, ഞങ്ങൾക്ക് ഈ വലിയ വീഡിയോ ക്യാമറ പഴയത്, ഇപ്പം നമ്മൾ കയറിക്കുന്ന ചെറുതല്ല, വലിപ്പമുള്ള വലിയ കാസറ്റൊക്കെ ഉള്ള, അതും കൊണ്ടുപോയിട്ടാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്യും. അപ്പോൾ ഓരോ സ്ഥലങ്ങളിൽ, ഇപ്പോൾ ബേക്കലിൽ പോവുകയാണ്, അപ്പോൾ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ അവിടെയുള്ള പ്രത്യേകതകൾ ഞങ്ങൾ ഇങ്ങനെ, ഇപ്പം ട്രാവൽ വ്ളോഗിൻ്റെ ഒരു ആദ്യകാല പതിപ്പ് ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നു എന്നർത്ഥം. അപ്പം അത് മകളെപ്പോഴും പറയും, ഇപ്പോൾ ഒത്തിരി ട്രാവൽ വ്ളോഗ്സ് ഉണ്ട്, പക്ഷേ ആ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഇല്ലായിരുന്നു. അപ്പോൾ ഞങ്ങളിത് ഈ ഒരു വലിയ ക്യാമറയൊക്കെ കയ്യിൽ പിടിച്ച് ഞങ്ങൾ സ്റ്റിൽ ഫോട്ടോസ് എടുക്കും, അല്ലാതെ ഞങ്ങൾ ഇതിനെ പറ്റിയിട്ട് ഓരോ സ്ഥലങ്ങളെ പറ്റി വിവരിക്കുന്ന അങ്ങനത്തെ പഴയ കാസറ്റുകളെല്ലാം ഞങ്ങളുടെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. ആ ഒരു ഓരോ സ്ഥലത്ത് പോകും, അതിനെപ്പറ്റി എഴുതും. ഇപ്പോൾ ഇംഗ്ലീഷിലും മലയാളത്തിലും ഞങ്ങൾക്ക് എഴുതാൻ പറ്റുമല്ലോ, അപ്പോൾ രണ്ടുപേരും ഇപ്പോൾ ആൾക്കാരെ ഇൻ്റർവ്യൂ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പം ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന, ഇപ്പം പ്രസിദ്ധരായ ആൾക്കാരെ ഇൻ്റർവ്യൂ ചെയ്യുക എന്നുള്ളതല്ല, ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഇപ്പം മ്യൂസീഷ്യൻസിനൊക്കെ ഇപ്പം യേശുദാസിനെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്, അതുപോലെ പാറശാല പൊന്നമ്മാൾ ടീച്ചർ, പ്രിൻസ് രാമവർമ്മ. അപ്പോൾ അങ്ങനെ നമ്മൾക്കൊരു ഇഷ്ടം തോന്നുന്ന ഇപ്പം വെങ്കിട്ടരമണൻ സാർ, അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ഇൻ്റർവ്യൂ ഞങ്ങൾക്ക് എടുക്കുക. അദ്ദേഹത്തിന് ആരും ഇൻ്റർവ്യൂ ചെയ്തിട്ടില്ല. വളരെ പ്രശസ്തനായ ഒരു ക്ലാസിക്കൽ മ്യൂസീഷ്യനാണ്, പക്ഷേ അദ്ദേഹത്തിന് ആരും അങ്ങനെ ഇൻ്റർവ്യൂ ചെയ്തിട്ടില്ല. പക്ഷെ അവസാനമാണ് ഞങ്ങൾക്ക് ഒരു നിയോഗം. അപ്പം നമ്മൾ ഇൻ്റർവ്യൂ ചെയ്തു, അത് പബ്ലിഷ് ചെയ്യാൻ കൊടുത്തു. പക്ഷേ അതിന് തൊട്ട് മുമ്പ് അദ്ദേഹം ഇവിടെ വാങ്ങി, എങ്കിൽ പോലും അത് പബ്ലിഷ് ചെയ്ത് വന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒത്തിരി അനുഭവങ്ങൾ, പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുക, ആൾക്കാരെ കാണുക, അവിടുത്തെ പ്രത്യേകതരം ഭക്ഷണങ്ങൾ ആസ്വദിക്കുക, അതിനെപ്പറ്റി എഴുതുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും. പിന്നെ ജീവിതത്തെ പറ്റിയിട്ടുള്ള ഓരോ നിമിഷവും ഞങ്ങൾ ഇപ്പോൾ എൻജോയ് ചെയ്ത് പോവുക എന്നുള്ളൊരു കാര്യമുണ്ട്. ലൈഫിനെ പറ്റി നാളേക്ക് വേണ്ടി കുറേ ഇങ്ങനെ നമ്മൾ വിഷമിക്കേണ്ട ഒരു രീതിയല്ല. ഇന്നത്തെ എന്താണ് അതിൽ സന്തോഷിച്ച് മുന്നോട്ട് പോവുക. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈശ്വരനിൽ സമർപ്പിച്ച ഒരു ജീവിതം തന്നെയാണ്. അപ്പോൾ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾക്ക് ഒരു ഗൈഡൻസായി നിൽക്കുന്നത് ഈശ്വരനാണ്. അദ്ദേഹത്തിൻ്റെ ആ വഴിയിൽ കൂടെ ഞങ്ങളിങ്ങനെ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ അതിലൊരു വലിയ സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. അപ്പോൾ അത് വളരെ, അപ്പം നമ്മൾ ഓരോരോ സ്ഥലങ്ങളിൽ ആയിരിക്കുന്നത്, ഇപ്പോൾ ഓരോ കാര്യം, ഇപ്പോൾ ഡെഫായിട്ടുള്ള കുട്ടികളെ ഞാൻ പഠിപ്പിക്കാൻ എൻ്റെ കോളേജ് കാലഘട്ടത്തിൽ ഞാൻ ഈ സൈൻ ലാംഗ്വേജ് പഠിച്ചത് എന്തിനായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു. എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഈ ഒരു രീതിയിലോട്ട് വരുന്നത്. അപ്പോൾ അതെല്ലാം ഓരോ ആൾക്കാരെ പറ്റിയിട്ടും ഓരോ നിയോഗങ്ങളുണ്ട്, അതിൽ കൂടെ നമ്മൾ കടന്നു പോകാമെന്നൊരു കാര്യമുണ്ട്, അതിൽ ഞാൻ വിശ്വസിക്കുന്നുമുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ജീവിതം മുന്നോട്ട് പോകുന്നത്. അപ്പം അത് ഒരു അനുഗ്രഹമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട് ഒത്തിരി പേർക്ക്. അതേസമയം നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ നമ്മളെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുക, നമ്മൾ ആ ഒരു വഴിയിൽ നീങ്ങുമ്പോൾ സമർപ്പിതരായിരിക്കുക, നമ്മൾ കൂടെ പല കാര്യങ്ങളും ഈശ്വരൻ തന്നെ പ്രവർത്തിച്ചു കൊള്ളും എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ കാര്യങ്ങളെല്ലാം വന്നു ചേരുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്.